റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രീന് പ്രസന്റ് ചെയ്താലും വിസിബിൾ ആണോ ഇപ്പൊ? ഇല്ല, കാണുന്നില്ല. വന്ന് ഓക്കെ. speed of 1000 km/h. ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ലേ? യൂസസ് സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം ഓഫ് 100 TR. ഓഫ് റെഫ്രിജറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് 100 TR കപ്പാസിറ്റി, the ambient pressure and temperature are 0.35 and -10 degrees Celsius respectively. The pressure ratio of compressor is 4.5. The heat exchange effectiveness is 0.95. The isentropic efficiency of the compressor and expander is 0.8. ഇത്ര വരെയായിരുന്നു ഉള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള എൻ്റെ ഡിസ്കഷൻ നടത്തുക. ചെറിയൊരു ഇതുവരെയുള്ളതിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിനകത്തുള്ള വേറെ എന്താ ഉള്ളത് എന്നൊക്കെയുള്ളത് കണ്ടിന്യൂഷൻ നോക്കാം. പിന്നെ ദ ക്യാബിൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ 1.06. അതാണ് നമ്മൾ അടുത്ത സെന്റൻസ് വരുന്നത്. ദ ക്യാബിൻ pressure and temperature. Cabin pressure and temperature are, അതായത് നമ്മളെ ക്യാബിൻ, മനുഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലം, അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. പ്രഷർ വരുന്നത് 1.06 ബാറും ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്ത ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ സൈക്കിൾ. കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ്. ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയുള്ള എല്ലാ ടെമ്പറേച്ചറും പ്രഷറും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ COP ആൻഡ് പവർ റിക്വയർഡ്. COP ആൻഡ് പവർ റിക്വയർഡ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ ഒന്ന് എയർക്രാഫ്റ്റിന്റെ റെഫ്രിജറേഷൻ സിസ്റ്റം, അതായത് എയറോപ്ലെയിനിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ നിങ്ങളെ മൈൻഡിൽ ഓടി വരേണ്ടത് നമ്മളെ മറ്റേ ഫിഗറാണ്. ഏത്? ആ റാമിങ്ങും ഇതൊക്കെ വരുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ചറും ഒക്കെ വെച്ചിട്ടുള്ള വലിയ ഫിഗർ. അപ്പൊ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെച്ചാൽ എയർക്രാഫ്റ്റ് മൂവിങ്ങിന്റെ സ്പീഡ് 1000 km/h എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അത് യൂസസ് സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ ഫസ്റ്റ് പഠിച്ച ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം ആണ് സിമ്പിള്. പിന്നെ ഉള്ളത് ബൂട്ട് സ്ട്രാപ്പ്, പിന്നെ റീജനറേറ്റീവ്, റെഡ്യൂസ്ഡ് ആംബിയന്റ്. ഇത്രയാ ഉള്ളത്. സിമ്പിൾ ആയിരിക്കും മിക്കവാറും ചോദിക്കല്. സിമ്പിൾ അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ്. എല്ലാത്തിനും മെത്തേഡ് സെയിം തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിന്റെ സിസ്റ്റം ഓഫ് 100 TR കപ്പാസിറ്റി എന്നാണുള്ളത്. 100 TR എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ടൺ, 100 ടണ്ണ് കപ്പാസിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ എത്രത്തോളം തണുപ്പിക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്? 100 ടൺ. അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ആണ് തന്നിട്ടുള്ളത്. എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്, അത് 100 ടണ്ണാന്ന് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. ടണ്ണിനെ തന്നു കഴിഞ്ഞാൽ കിലോ വാട്ടിലേക്ക് മാറ്റാൻ സിമ്പിളാണ്. ഒരു ടണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 കിലോ വാട്ടാണ്. അപ്പൊ 100 ടണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 × 3.5 കിലോ വാട്ടാവും. അപ്പൊ എത്രയായി? 100 × 3.5 ചെയ്ത് കഴിഞ്ഞാൽ
350 ആണ്. 100 into 3.5 എത്രയാണ്? 350 അല്ലേ? പിന്നെ അല്ലേ? 350 എന്നല്ലേ ആൻസർ? അല്ല നമുക്ക് അന്നേരത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്നാണ്. ഇത് ഞാൻ പിന്നെയും ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാവാന്ന് നമുക്ക് ആ ഫിഗർ അറിഞ്ഞാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഒക്കെ വരുന്ന ആദ്യം തന്നെ ഒരു നമ്മളെ ഫ്ലൈറ്റിന്റെ എഞ്ചിന്റെ ആ പൈപ്പാണ്. ആ പൈപ്പിന്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് വരുന്ന എയറിനെ നമ്മൾ ആംബിയന്റ് എയർ എന്ന് പറയാം. ആംബിയന്റ് അല്ലെ അറ്റ്മോസ്ഫറിക് എയർ, ഇതാണ് ആംബിയന്റ് എയർ. അത് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ഇത് 1 എന്ന് പറഞ്ഞ പോയിന്റ് പൈപ്പിന്റെ ഉള്ളിൽ കയറി അത് 2 എന്നുള്ള പോയിന്റ് ആകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിങ് ആക്ഷൻ ഉള്ളതുകൊണ്ട് അത് ചെറിയൊരു കംപ്രഷൻ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ 2 എന്ന് പറഞ്ഞ എയർ ആണ് പിന്നെ ഉള്ളിലേക്ക് സഞ്ചരിക്കുക. ചെറിയൊരു കംപ്രഷൻ നടന്നിട്ട് 1 നിന്ന് 2ലേക്ക് അത് പൈപ്പ് ലൈനിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയൊരു കംപ്രഷൻ ഉണ്ടാവും. ആ കംപ്രഷൻ കാരണമുള്ളതാണ് റാമിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് വന്നിട്ട് നേരെ അവിടത്തേക്ക് വരും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കംപ്രസർ വെച്ചിട്ടുണ്ട്. കംപ്രസറിലേക്ക് വരും. കംപ്രസറും ഒരു ടർബൈനൊക്കെ ഉണ്ടാവും. ടർബൈൻ നമ്മളെ വണ്ടി മൂവ് ചെയ്യാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട ഈ ഭാഗം. കംപ്രസർ വഴി പുറത്തേക്കുന്ന പോയിന്റിനെ ഞാൻ 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 3 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എടുത്തേക്ക് പോവാ കണ്ടൻസർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എയർക്രാഫ്റ്റ് റെഫറൻസ് സിസ്റ്റത്തിൽ അതിന്റെ പേരാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിന്റെ പേരാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാ വിളിക്കുക. കണ്ടൻസറിന് വേറൊരു പേരാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കംപ്രസറിന് നേരെ കണ്ടൻസർ അഥവാ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വന്നു. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാധനത്തിന് ഞാൻ 4 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ കൊടുത്തു. 4 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സാധനം ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എവിടത്തേക്കാ പോവാ, എക്സ്പാൻഷൻ ഡിവൈസിലേക്കാ പോവുക. അല്ലെ കണ്ടൻസർ കഴിഞ്ഞാൽ നേരെ എക്സ്പാൻഷൻ ഡിവൈസിലേക്കാ പോവുക. ഞാനൊരു ടർബൈൻ ആണ് ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. എയറോപ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ടർബൈൻ ആണ് വെക്കുന്നത്. അങ്ങനെ ടർബൈൻ വഴി പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത സാധനത്തിന് ഞാൻ 5 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ മാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ എക്സ്പാൻഷൻ ഡിവൈസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവാപ്പറേറ്ററാണ്. ഇവാപ്പറേറ്ററിന് വരെ ഇവിടെ നമുക്കുള്ളത് ക്യാബിനാണ്, മനുഷ്യന്മാർ ഇരിക്കുന്ന ക്യാബിൻ. അങ്ങനെ ആൾക്കാരൊക്കെ സീറ്റിലിരിക്കുന്നുണ്ടാവും. അങ്ങനെ അത് പുറത്തേക്ക് എത്തുന്നത് 6. ക്യാബിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരെ ചൂടൊക്കെ വലിച്ചെടുത്തിട്ട് അത് 6 എന്ന് പറഞ്ഞ പോയിന്റിൽ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാഫ് അറിയണം. ഇത് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പറ്റുള്ളൂ. ഈ ഫിഗർ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് വരക്കാം. തൽക്കാലം ഇത്രയും പോർഷൻ ഡിലീറ്റ് ആയി കളയുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് കംപ്രസറോട്ടുള്ള കാര്യങ്ങൾ മതി. കണ്ട ഡിലീറ്റ് ആയിക്കളെ നമുക്ക്, കാരണം എനിക്ക് അവിടെ ഗ്രാഫ് വരക്കണം അതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ ആണെന്ന് അറിയാം. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ വരക്കുന്ന ഗ്രാഫ് എപ്പോഴും ടി എസ് ഡയഗ്രം ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ ടി എസ് ഡയഗ്രം ആണ് വരക്കാൻ പോകുന്നത്. ടി എസ് ഡയഗ്രം വരച്ച ഫസ്റ്റ് മോഡ്യൂളിലുള്ള ടി എസ് ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി മലയുണ്ടാവും. നമുക്ക് ആവശ്യമൊന്നുമില്ല ആ മലയെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മലയാണ് വരച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിക്കുന്ന റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. ആദ്യം തന്നെ ഏതോ ഒരു പോയിന്റ് എടുത്തു, വെറുതെ ഒരു പോയിന്റ് എടുത്തു. അതിനെ ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ആ 1ന്റെ പ്രത്യേകത എന്താണ്? അതാണ് ആംബിയന്റ് എയർ അല്ലെ അറ്റ്മോസ്ഫറിക് എയർ. ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള എയർ. അപ്പൊ അവിടെ ഒരു പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ പ്രഷറിനെ ഞാൻ കോൺസ്റ്റന്റ് പ്രഷർ ലൈനിൽ വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ വരെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെ ആംബിയന്റ് എയർ ആണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. 1 നിന്ന് 2ലേക്ക് നമുക്കറിയാം. 1 നിന്ന് 2ലേക്ക് വരുന്ന സമയം ചെറിയൊരു കംപ്രഷൻ നടക്കുന്നുണ്ട്. എന്ത് പ്രോസസ്സ് വഴി? റാമിംഗ് പ്രോസസ്സ് വഴി.
കംപ്രഷൻ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം, ഐസെൻട്രോപിക് ആണെന്ന് അറിയാം. അപ്പൊ 1ന്ന് ഞാൻ 2ലേക്ക് വരികയാണ്, ഐസെൻട്രോപിക് ആയിട്ട് 1ന്ന് ഞാൻ 2ലേക്ക് എത്തി. കാണാൻ പറ്റും, ഐസെൻട്രോപിക് ആണ് പ്രോസസ്സ്. വൈ ആക്സിസിൽ മാത്രമേ ഞാൻ മൂവ് ചെയ്തിട്ടുള്ളൂ. വരുന്നുണ്ടാവും, കുറച്ചൊരു ഡിലേ ഉണ്ട്, വന്നോണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയില്ലേ? 1ന്ന് 2ലേക്ക് ഉള്ള പോയിന്റ് മാർക്ക് ചെയ്ത് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. റാമിംഗ് ആക്ഷൻ കാരണമുള്ള പ്രോസസ് ആയതുകൊണ്ട് ഇവിടെ 2ല് വേറെ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ആ പ്രഷർ ഞാൻ മാർക്ക് ചെയ്യാണ്. എന്നത് റാം പ്രഷർ എന്നാണ് പറയാം. റാം പ്രഷർ. അങ്ങനെ ഇരിക്കെ 2 എന്നുള്ള സാധനം നേരെ അവിടത്തേക്ക് സഞ്ചരിക്കുന്നത് നമ്മളെ കംപ്രസർ വഴി. അതായത് പിന്നെയും കംപ്രഷൻ തന്നെ നടക്കുന്നത്. കംപ്രസറിൽ എപ്പോഴും എന്തായാലും കംപ്രഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2ലുള്ള സാധനം 3ലേക്ക് വരുന്നത് എങ്ങനെയാണ്? കംപ്രസർ വഴി സഞ്ചരിച്ചിട്ടാണ് 3ലേക്ക് എത്തുന്നത്. അപ്പൊ വീണ്ടും കംപ്രഷനാണ്. അപ്പൊ ഞാൻ 2ന്ന് 3ലേക്കുള്ള പ്രോസസ്സ് വരക്കാണ്. കംപ്രഷൻ തന്നെ. കംപ്രഷൻ എപ്പോഴും എന്താണ്? ഐസെൻട്രോപിക് ആണ്. അതുകൊണ്ട് കുത്തനെ തന്നെ മുകളിലോട്ടേക്ക് പോയി 2ന്ന് 3ലേക്കുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. 3ല് വേറെ പ്രഷറാണ്. അതുകൊണ്ട് അവിടുത്തെ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുകയാണ്. 3ല് വേറെ പ്രഷർ ആയതുകൊണ്ട് അവിടുത്തെ കോൺസ്റ്റന്റ് പ്രഷർ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. അങ്ങനെ നമ്മൾ 1ന്ന് 2ലെത്തി, 2ന്ന് 3ലെത്തി. 3 വരെ എത്തിയപ്പോൾ നമ്മളെ കംപ്രസറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 3ന്ന് അത് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? 3ന്ന് ഇത് വരുന്നത്, 3 എന്ന് പറഞ്ഞ പോയിന്റ് തിരിച്ചു വരുന്നത് കണ്ടൻസർ ആണ്, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. കണ്ടൻസർ അല്ലെ ഹീറ്റ് എക്സ്ചേഞ്ചർ രണ്ട് സെയിം ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ അല്ലെ കണ്ടൻസറിൽ നടക്കുക എന്താ? കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ കുറക്കുക, തണുപ്പിക്കുക. അപ്പൊ നോക്കിക്കോ, 3ന്ന് ഞാൻ 4ലേക്ക് പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷറിലാണ് പോകേണ്ടത്. അതുകൊണ്ട് ഈ മഞ്ഞ കളർ ലൈനിൽ കൂടെ തന്നെ വരണം. എന്നിട്ട് ടെമ്പറേച്ചർ കുറക്കണം. ടെമ്പറേച്ചർ കുറക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെമ്പറേച്ചർ കുറഞ്ഞു, കാരണം 3ല് വേറെ ടെമ്പറേച്ചറാണ്. 3ലുള്ള ടെമ്പറേച്ചർ ഇത്രയും ഉണ്ട്. ഇതാണ് നമ്മളെ 4 എന്ന് പറഞ്ഞ പോയിന്റ്. 4ലുള്ള ടെമ്പറേച്ചർ കുറവാണ്. 3ന്ന് 4ലേക്കുള്ള പ്രോസസ്സും വരച്ചു. ഒരു സെക്കൻഡ്, ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല. അത് ഞാൻ വായിച്ചാൽ വെറുതെ ടെമ്പറേച്ചർ കുറഞ്ഞ കാണാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അങ്ങനെ 3ന്ന് 4 വരെ എത്തി. ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ളത് വെച്ചാൽ 4 പ്രോസസ്സ് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്? 4ന്ന് 5ലേക്ക് വരുന്ന പ്രോസസ്സ് ടർബൈൻ വഴിയാണ്. ടർബൈൻ എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? ഐസെൻട്രോപിക് ആയിട്ടാണ് എക്സ്പാൻഷൻ നടക്കുക. എത്ര വരെ പോകണം? ഈ ആംബിയന്റ് പ്രഷറും അല്ല, റാം പ്രഷറും അല്ല. കാരണം ഇവിടെ ഉള്ളത് എന്താണ്? ക്യാബിനാണ്. ക്യാബിന്റെ ഉള്ളിൽ വേറെ തന്നെ പ്രഷർ ആയിരിക്കും. മനുഷ്യന്മാർക്ക് കംഫേർട്ട് ഉണ്ടാക്കുന്ന പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ഇന്റർമീഡിയറ്റ് പ്രഷറിലെത്തി. റാം പ്രഷറിൽ ഒന്നും നിർത്തിയിട്ടില്ല, ആംബിയന്റ് പ്രഷറിൽ നിർത്തിയിട്ടില്ല. ഞാൻ വേറൊരു പോയിന്റിൽ നിർത്തി. ഈ പോയിന്റിലുള്ള പ്രഷറിന്റെ പേരാണത്, ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിന്റെ പേരാണ് ക്യാബിൻ പ്രഷർ. ഓക്കെ, ആ പോയിന്റ് ആണ് നമ്മളെ പോയിന്റ്. ലാസ്റ്റ് 5ന്ന് 6ലേക്ക്, ഇത് നമ്മൾ ഇവാപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. മനുഷ്യന്മാർ അടിക്കുന്ന ചൂട് വലിച്ചെടുക്കാന്ന്, ട്യൂബ് അബ്സോർബ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ കൂടും. 5ന്ന് 6ലേക്ക് പോവുക എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂട്ടണം. 5ന്ന് 6ലേക്ക് പോവാന്ന്, കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ കൂട്ടി 6ലേക്ക് എത്തി. എന്താ പറ്റിയ? സെക്കൻഡേ, അഞ്ചിന്ന് 6ലേക്കുള്ള വഴി. അത് നമ്മളെ ഗ്രാഫ് കഴിഞ്ഞു. ഓരോ പോയിന്റ് എടുത്ത് മാർക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തെഴുതാം. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാന്ന് നോക്കാം.
ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാ നോക്കാം. ഗിവൺ ആയിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത്, ഒന്നാമത് പറയുന്നത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും വിചാരിക്കുന്നത്. ഞാനിപ്പോ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വായിക്കുന്നത്, അല്ലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. എയർക്രാഫ്റ്റ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1000 km/h ആണ്. അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട് എത്ര? 1000 km/h ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അടുക്കട്ടെ. യൂസസ് സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞ് ഓഫ് 100 TR കപ്പാസിറ്റി എന്ന് വെച്ചാൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യൂ അബ്സോർബ്ഡ്. ഓ സ്പീഡ് 10,000 ആണോ 1000? കപ്പാസിറ്റി തന്നിട്ടുണ്ട് 10,000 ഞാൻ പറഞ്ഞേ, 1000 km/h ആണ്. ക്യൂ അബ്സോർബ്ഡ് തന്നിട്ടുണ്ട് 100 ടണ്ണ് ആണ്, 100 TR ആണ്, ടൺ ഓഫ് റെഫ്രിജറേഷനിലാണ് തന്നിട്ടുള്ള ക്യൂ അബ്സോർബ്ഡ്. അതിനാണ് കപ്പാസിറ്റി എന്ന് പറയാം. അതായത് മനുഷ്യന്മാരുടെ ശരീരത്തിന് അത്രത്തോളം ഹീറ്റ് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എയറോപ്ലെയിൻ. അപ്പൊ അതിനാണ് 100 TR തന്നിട്ടുള്ള. അതിനെ നമുക്ക് കിലോ വാട്ടിലേക്കാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുക. കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 100 × 3.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കിലോ വാട്ട് കിട്ടും. കാരണം 1 ടണ്ണ് വെച്ച് കഴിഞ്ഞാൽ 3.5 കിലോ വാട്ടാണ്. അപ്പൊ 100 ടണ്ണ് വെച്ച് കഴിഞ്ഞാൽ 100 × 3.5 കിലോ വാട്ട്. അപ്പൊ എത്ര കിട്ടും? 3.5 × 100. അപ്പൊ 35, ഒരു 0 കൂടി വരും, 350 കിലോ വാട്ടാണ് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അതടക്കെടുക്കട്ടെ. 350 കിലോ വാട്ടാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു എയറോപ്ലെയിൻ. നെക്സ്റ്റ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആംബിയന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ 0.35 ബാർ ആൻഡ് -10°C. ആംബിയന്റ് പ്രഷർ, ആംബിയന്റ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള P1 നമുക്ക് തന്നിട്ടുണ്ട്. T1 എന്ന് വെച്ചാൽ എത്ര തന്നിട്ടുണ്ട്? -10°C ആണ്. -10 + 273 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 263 കെൽവിൻ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്തിട്ട് പ്രഷർ തന്നിട്ടുണ്ട് 0.35 ബാർ. അത് അവിടെ തന്നെ കിട്ടും. ബാറിലാണ് നമ്മൾ എപ്പോഴും ചെയ്യാം. പ്രഷർ അവിടെ കിടന്നോട്ടെ, ബാറിൽ തന്നെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ദ പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ ഈസ് 4.5. പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ 4.5 ആണ് തന്നിട്ടുണ്ട്. കംപ്രസർ എവിടെയാ ഉള്ളത്? 1 - 2 പോകുന്ന വഴിക്കല്ല കംപ്രസർ ഉള്ളത്. നമ്മളെ കംപ്രസർ ഉള്ളത് എവിടെയാ? 2 - 3 പോകുന്ന വഴിക്കാം. അതാണ് ഞാൻ കുറച്ച് നീളത്തിൽ വരച്ചിട്ടുള്ളത്. കംപ്രസർ കാരണമുള്ള പ്രഷർ വ്യത്യാസം കാണിക്കേണ്ടിട്ടാ കുറച്ച് നീളത്തിൽ വരച്ചിട്ടുള്ളത്. അതായത് ഇവിടെയാണ് നമ്മൾ എന്തുള്ളത്? കംപ്രസർ ഉള്ളത്. കംപ്രസർ 2 - 3 പോകുന്ന ആ വഴിക്കാണുള്ളത്. അപ്പൊ അവിടെയാ കംപ്രസർ ഉള്ളത്. അപ്പൊ നമുക്ക് ഏത് പോയിന്റാ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് P3/P2. കാരണം കംപ്രഷൻ റേഷ്യോ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹൈ ഡിവൈഡ് ബൈ ലോ. അതായത് P3 ആണ് ഹൈ പ്രഷർ, 2 ആണ് ലോ പ്രഷർ. P3/P2 എത്ര കിട്ടിയിട്ടുണ്ട്? 4.5. 1 കൂടുതലായതുകൊണ്ട് ഞാൻ P3/P4 എടുക്കാൻ കാരണം. ഓക്കെ, 1 കുറവാണെങ്കിൽ നമുക്ക് P2/P3 എടുക്കേണ്ടി വരും. ലോ പ്രഷർ ഡിവൈഡ് ബൈ ഹൈ പ്രഷർ എടുക്കേണ്ടി വരും. എന്നാലും 1 ചെറിയ പോയിന്റ് കിട്ടും. അപ്പൊ P3/P2 നമുക്ക് തന്നിട്ടുണ്ട് 4.5. അപ്പൊ ആ പോയിന്റും കിട്ടി. അവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ദ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് ഈസ് 0.95. ഇതുവരെ കേൾക്കാത്തൊരു സാധനം തന്നിട്ടുള്ളത്. ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ് അതിനെ നമ്മൾ മാർക്ക് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഈ എപ്സിലോൺ വെച്ചിട്ടാണ്. ഏതിന്റെ? എപ്സിലോൺ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്ക് തന്നിട്ടുണ്ട് 0.95 ആണ്. അതായത് 100% എഫക്റ്റീവ് അല്ല ഹീറ്റ് എക്സ്ചേഞ്ചർ. 100% എഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ച എഫക്റ്റ് തന്നെ കിട്ടുമായിരുന്നു. ഇത് 0.95 ചെറിയൊരു എന്തുണ്ട്? വ്യത്യാസമുണ്ട്, കുറവുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് തന്നിട്ടുണ്ട്
പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഐസൻട്രോപിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ 0.8. അതായത് എഫിഷ്യൻസി ഓഫ് കംപ്രസറും എഫിഷ്യൻസി ഓഫ് എക്സ്പാൻഡറും 100% എഫിഷ്യന്റ് അല്ല, 0.8 ഉള്ളൂ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതും അവിടെ കിടക്കട്ടെ ഈച്ച്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്യാബിൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ. ക്യാബിനിലുള്ള പ്രഷറും ടെമ്പറേച്ചറും. ക്യാബിനിലുള്ള പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? P5 ക്യാബിൻ പ്രഷറാണ്. അതേപോലെ തന്നെ P6 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്യാബിൻ പ്രഷർ തന്നെയാണ്. അപ്പൊ P5ഉം P6ഉം നമുക്ക് തന്നിട്ടുണ്ട്. അതാ അത്ര 1.06 ബാർ, 1.06 ബാറാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ക്യാബിനിലുള്ള പ്രഷർ. ക്യാബിനിലുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഏത് ടെമ്പറേച്ചർ എടുക്കണ്ടേ? ക്യാബിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് T6 വേണം എടുക്കാൻ. ക്യാബിനിലുള്ള ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? 6ലുള്ള ടെമ്പറേച്ചർ. 5ലും 6ലും ഒരേ പ്രഷറാണ്. കാരണം എന്താ? അവിടെ ക്യാബിൻ പ്രഷറാണ് വരുന്നത്. പക്ഷെ ക്യാബിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് തരുന്ന സമയത്ത് നമ്മൾ T6 വേണം എടുക്കാൻ. ക്യാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ അതിലാണ് നമ്മൾ ക്യാബിൻ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുക. അത് വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കെൽവിൻ ആവും? 25 പ്ലസ് 273 എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 5 8 9 298 കെൽവിനാന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത്രയാണ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പോയിന്റുകളിലും ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മളെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. 1 2 എന്ന് പറഞ്ഞ പ്രോസസ്സും 2 3 എന്ന് പറഞ്ഞ പ്രോസസ്സും ഐസൻട്രോപിക് ഒക്കെയാണ്. അതേപോലെ തന്നെ 4 5 എന്ന് പറഞ്ഞ പ്രോസസ് ഐസൻട്രോപിക്കാണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം നമ്മളെ എല്ലാ പോയിന്റും. നമ്മൾ ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഏത്? P3/T2 is equal to P3/P2 raised to gamma minus 1 divided by gamma. ആ ഇക്വേഷൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആയത് തന്നെ ഒന്നിലെ എല്ലാ പോയിന്റും കിട്ടിയതാ, രണ്ടാമത്തെ പോയിന്റിലുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ പോയിന്റിലുള്ള കണ്ടുപിടിച്ചു തുടങ്ങാം. ആയത് തന്നെ രണ്ടാമത്തെ പോയിന്റിലുള്ളത് കണ്ടുപിടിക്കാം. ചെറുതായിട്ടൊന്ന് കുറക്കുന്നുണ്ട്. 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കാര്യം ചെയ്യുന്നത്. അപ്പൊ 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ് ഞാൻ എടുക്കാം. 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ് എടുത്തു. അവിടെ നടക്കുന്നത് റാമിംഗ് ആണ്. റാമിംഗ് പ്രോസസ്. എനിക്ക് അവിടെയുള്ള ടെമ്പറേച്ചറും അറിയില്ല, എനിക്ക് അവിടെയുള്ള പ്രഷറും അറിയില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അതിനാണ് നിങ്ങൾ CFFന്റെ അകത്ത് പഠിച്ചൊരു സാധനം പഠിക്കാനുള്ളത്. CFFൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? CFF എന്താ അറിയില്ലേ? കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഈ വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വ്യത്യാസം. അതായത് T2 രണ്ടാമത്തെ ടെമ്പറേച്ചറെ കിട്ടണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? T1 ഒന്നാമത്തത് പ്ലസ് വെലോസിറ്റിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2CP. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ CFFന്റെ അകത്തില്ല, ഇപ്പൊ പഠിക്കുന്നതല്ലേ CFF. അതിൽ വരുന്ന ഇക്വേഷനാണ് T2 is equal to T1 plus V square divided by 2CP. എന്ന് വെച്ച് കഴിഞ്ഞാല് T1 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? -10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ 263 കെൽവിൻ വരും. പ്ലസ് വി സ്ക്വയർ വെലോസിറ്റിന്റെ സ്ക്വയർ. നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് വെലോസിറ്റി തന്നിട്ടുള്ളത്. എത്ര? 1000 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ കിലോമീറ്ററിൽ ഒരിക്കലും പ്രോബ്ലം ചെയ്യാറില്ല. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? 1000 ഇൻറ്റു എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/, പോന്നോട്ടെ, 5/18. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. 5/18 വെച്ചിട്ട് 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടുക? 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 277.77 എന്ന് കിട്ടും. 277.7 മീറ്റർ പെർ സെക്കൻഡ്.
ഓക്കെ, അപ്പൊ നമുക്ക് വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാൻ പറ്റും? 277.7 ഇതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു സി പി വാല്യൂ. സി പി വാല്യൂ എല്ലാവർക്കും അറിയുന്നത് എത്രയാണ്? 1.005 അല്ല, 1005 എടുക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1005 1.005 കിലോ ജൂൾ എന്നുള്ള മട്ടം നമ്മൾ പഠിച്ചില്ല. നമുക്ക് ജൂളിൽ മതി ഇപ്പൊ ഈ ഒരു സാധനം ചെയ്യാം. കെൽവിനിലുള്ള ഉത്തരത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1.005 എന്നുള്ള ഇക്വേഷനെ ഞാൻ കിലോനെ ഞാൻ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം, ഇതൊക്കെയാണ് സി പിന്റെ വാല്യൂ. ഓക്കെ, ഇത് കിലോ ജൂളിലാണ് ഉള്ളത്. അതിനെ ഞാൻ മാറ്റി ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്നാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഉള്ള ഉത്തരം കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജൂളിലേക്ക് മാറ്റുമ്പോൾ 1000 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 1005 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കെൽവിൻ ഉണ്ട്, അങ്ങനെ കിട്ടും. H is equal to, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? T2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വാല്യൂ 301.39 കെൽവിനാന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഒരു പോയിന്റ് കഴിഞ്ഞു. ഒരു പോയിന്റ് ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചറും പ്രഷറും കണ്ടുപിടിക്കാനായിരുന്നു. T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്ത് തന്നിട്ടുള്ളത്? ഇവർ ഈ സ്പീഡ് തന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ CFF വഴി ഒന്ന് കടന്നിട്ട് വേണം RIC വരാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തിന് എക്സ്ട്രീം ക്വസ്റ്റ്യനാന്ന് പറഞ്ഞത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുള്ള ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. മിക്കവാറും ക്വസ്റ്റ്യൻ്റെ അകത്തൊന്നും ഈ സ്പീഡ് ഒന്നും തരില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് T2 രണ്ടാമത്തെ പോയിന്റിലുള്ള ടെമ്പറേച്ചറും പ്രഷറും തന്നിട്ടുണ്ടാവും ഓൾറെഡി. ഇങ്ങനത്തെ ചില സമയത്ത്, ഇത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതിൽ ചോദിച്ചാണ് ഈ ഒരു പ്രശ്നം. ഇനി 7 മാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് തോന്നിക്കുന്നത് ഈ പ്രോബ്ലം. 7 മാർക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ലെങ്തി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ സ്പീഡ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സ്പീഡ് നിങ്ങൾക്ക് തരില്ല. ഡയറക്റ്റ് T2ന്റെ വാല്യൂ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ എഴുതിയിട്ട് തന്നിട്ടുണ്ടാവും. റാംഡ് എയർ ഹാസ് ഗോട്ട്, ഇപ്പം ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവും 301.39 കെൽവിൻ. അവിടുത്തെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാന്ന് പറഞ്ഞിട്ടും ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് T2 കിട്ടി. നമുക്ക് P2 അറിയോ? പ്രഷർ അറിയില്ല. പ്രഷർ 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ അറിയില്ല. T1 P1 ആയി. ഇപ്പൊ നമുക്ക് കിട്ടിയത് T2 ആണ്. P2 നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് വേറൊരു റിലേഷൻ അറിയാം. P3/P2 is equal to 4.5. കംപ്രസർ റേഷ്യോ 4.5 ആണെന്ന് പറഞ്ഞിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റിലുള്ള കാര്യങ്ങൾ നോക്കാലോ. ഐസെൻട്രോപ്പിക് ആണല്ലോ 2 to 3 പ്രോസസ്സ്. 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് അറിയാം? ഐസെൻട്രോപ്പിക് ആണെന്നറിയാം. ഐസെൻട്രോപ്പിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം T3/T2 ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്, ഇത് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രഷറിന്റെ റേഷ്യോ P3/P2 റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ. ഇത് ഐസെൻട്രോപ്പിക് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടേ. ക്വസ്റ്റ്യനിൽ തന്നെ ഐസെൻട്രോപ്പിക് ആണെന്ന് തന്നുകൊണ്ടാണ് ഞാൻ ഗാമ എടുത്തത്. പോളിട്രോപ്പിക് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? N എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണോ അവിടെ തന്നിട്ടുള്ളത് ആ വാല്യൂ എടുക്കേണ്ടി വരും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് T3 അറിയില്ല. T3 is equal to P3/P2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രഷർ റേഷ്യോ is equal to 4.5 ആണ്. അപ്പൊ 4.5 റേസ് ടു ഗാമ എന്ന് വെച്ചാൽ 1.4 -1 ഡിവൈഡ് ബൈ 1.4 ഇൻറ്റു T2 ആണ്. T2 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 301.39 കെൽവിനാണ്. സോറി, കെൽവിന്റെ ആവശ്യമൊന്നുമില്ല, പ്രോബ്ലം ചെയ്യാണ്. ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? അങ്ങനെ കിട്ടൂലേ? T3ന്റെ വാല്യൂ കിട്ടണം. T3ന്റെ വാല്യൂ ഇത് സോൾവ് ചെയ്താൽ കിട്ടും. 463.9. ഓ 463 അല്ലേ? 461.19 കെൽവിൻ പറഞ്ഞിട്ട് കിട്ടിയില്ലേ? പക്ഷെ ഇതിനകത്ത് നമ്മൾക്ക് മിസ്സിംഗ് ആയ ഒരു സാധനം ഉണ്ട്. എന്താന്ന്? P2 കിട്ടിയിട്ടില്ലല്ലോ. പ്രഷർ അറ്റ് 2 രണ്ടാമത്തെ പോയിന്റിലുള്ള പ്രഷർ കിട്ടിയാ നോക്കിക്കോ. T1 അറിയാം, കിട്ടി.
P1 അറിയാം, T2 ഇപ്പം കിട്ടി. P2 എന്ന് പറഞ്ഞ സാധനം അപ്പൊ കിട്ടിയിട്ടില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? 1 2ലേക്കുള്ള പ്രോസസ് എന്താ നോക്കിയേ, അതും ഐസെൻട്രോപ്പിക് തന്നെയാണ്. അപ്പൊ അതേ പ്രോസസ് തന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഐസെൻട്രോപ്പിക് തന്നെയാണ്, പക്ഷെ റാമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ആണേ ഉള്ളൂ. ഐസെൻട്രോപ്പിക് റാമിംഗ് ആണ്, റാമിംഗ് പ്രോസസ് വഴിയാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഇതേ സാധനം അവിടെ ഇട്ട് കൊടുത്തേക്ക്. T2 by T1 is equal to എന്തേതാ? P2 by P1 raised to gamma minus 1 divided by gamma. ഐസെൻട്രോപ്പിക് ആണ്. അതിൽ നമുക്ക് T2 അറിയാം, T1 അറിയാം. T2 എത്രയാണ്? T2ന്റെ വാല്യൂ 301.39 ഡിവൈഡ് ബൈ T1 നമുക്കറിയാം എത്രയാണ്? 263 ഇസ് ഈക്വൽ ടു P2 എനിക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ, ഡിവൈഡ് ബൈ P1 പക്ഷെ എനിക്കറിയാം എത്രയാണ്? പ്രഷർ അറ്റ് 1 എത്രയാന്നിട്ടുള്ളത്? 0.35 അല്ലേ? 0.35 റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ അല്ലെ 1.3. അതന്നെ എടുക്കാം, ഗാമ വെച്ചിട്ടുള്ള പരിപാടി വേണ്ട, നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. ഗാമേന്റെ വാല്യൂ നമുക്കറിയാം 1.4 ആണ്. അപ്പൊ 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 1.4 കഴിഞ്ഞില്ലേ? 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 1.4 എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് എഴുതാം? P2 ഡിവൈഡ് ബൈ 0.35 റേസ് ടു 1.4 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4 ഡിവൈഡ് ബൈ 1.4 എന്ന് വെച്ചാൽ എത്ര കിട്ടുക? 1.4 0.285 അത് കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? P2 is equal to എന്ത് വരും? ഇപ്പർ സൈഡ് 0.285 വന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോ എന്താ ചെയ്യുന്നുണ്ട്? അല്ലെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. ഇതൊക്കെ ഒഴിവാക്കി, ഈ സംഭവങ്ങളൊന്നും ചിന്തിക്കണ്ട. നമുക്ക് T2 by T ഇതൊന്നും ചിന്തിക്കണ്ട. ഇതിനെ ഞാൻ മാറ്റി ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞുതരാം. അടുക്കട്ടെ, പറയുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് പറ്റിയടാ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2 ആണ്. പക്ഷെ പ്രഷറിന്റെ മുകളിൽ മൊത്തം പ്രഷറിന്റെ മുകളിൽ എന്തൊക്കെയല്ലോ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് P2 is equal to എന്താന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താന്ന് വെച്ചാൽ T2 by T1 is equal to ഈ റിലേഷൻ ആണെന്ന് നമുക്കറിയാലോ. നമുക്ക് P2 by P1 is equal to എങ്ങനെ എഴുതാം? T2 by T1 raised to gamma divided by gamma minus 1 എന്ന് എഴുതിയാൽ മതി. ഇതേ ഇക്വേഷൻ തന്നെ ഇത്, രണ്ടും സെയിം ആൻസർ തന്നെയാണ്. ടെമ്പറേച്ചറിന്റെ കേസിൽ എഴുതുന്ന സമയത്ത് P2 by P1 0.564 T2 by T1 is equal to P2 by P1. ആൻസർ പറഞ്ഞേ 0.56 തന്നെ വരാം. അപ്പൊ P2 is equal to എന്താ എഴുതാം? P1 into by gamma minus 1 which is equal to പ്രഷർ 1ലുള്ള പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 0.35 ആണ് ഇൻറ്റു T2 എനിക്കറിയാം 301.39 ഡിവൈഡ് ബൈ T1 എനിക്കറിയാം 263 റേസ് ടു ഗാമ 1.4 ഡിവൈഡ് ബൈ 1.4 മൈനസ് 1. ഇത് ചെയ്താൽ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? 0.56 ബാർ എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടും. ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ 1 2 2 3 വരെയുള്ള പ്രോസസ്സ് വരെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സ് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കട്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം ഇനി അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഫിഷ്യൻസി ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. ഇതുവരെ ഉള്ളത് ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ ആ 8 ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ
ഈ ഒരു സംഭവം ഇവിടെ തന്നെ ഉണ്ടാവും ഇതുവരെ എഴുതിയത്. ഫോണിന് സ്വിച്ച് ആകും, ലാപ്പ് സ്വിച്ച് കണ്ടിന്യൂഷൻ ചെയ്യാം. ഓക്കെ.